പാകിസ്ഥാന് ബദൽ എന്ന തരത്തിൽ നമ്മൾ അഫ്ഗാനിസ്ഥാനെ കാണുകയാണെന്നൊരു സംശയം. കാരണം 2021 മുതൽ നമ്മൾ അഫ്ഗാനിസ്ഥാന് വിസ കൊടുക്കുന്നത് നിർത്തിയിരുന്നു. എമർജൻസി വിസ കൊടുക്കുമായിരുന്നു, പക്ഷേ അത് ഹിന്ദുക്കൾക്കും സിഖുകാർക്കും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ദാ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ വിസ പോർട്ടലിൽ അഫ്ഗാനികൾക്ക് വിസയ്ക്ക് അപേക്ഷിക്കാം എന്ന് പറഞ്ഞൊരു വിൻഡോ തുറന്നിട്ടുണ്ട്. അതുമാത്രമല്ല, കഴിഞ്ഞ 15-ാം തീയതി നമ്മുടെ ജയശങ്കർ അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താഖിയുമായിട്ട് ഒരു ടെലിഫോൺ സംഭാഷണം നടത്തിയിരുന്നു. അതും ഈ താലിബാൻ ഭരണം വന്നതിന് ശേഷമുള്ള ആദ്യ മന്ത്രിതല ചർച്ചയായിരുന്നു. അപ്പോൾ നമ്മളൊരു അഫ്ഗാനിസ്ഥാൻ സ്ട്രാറ്റജി പാകിസ്ഥാനെതിരെ ഇന്ത്യ മനഃപൂർവ്വം പ്ലേ ചെയ്യുകയാണോ? പെഹൽഗാം സംഭവത്തിന് ശേഷം വിദേശകാര്യ വകുപ്പിൽ നിന്ന് ഒരു സെക്രട്ടറി ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നത് അഫ്ഗാനിസ്ഥാനാണ്. ഫസ്റ്റ് എൻവോയ് വെൻ ടു അഫ്ഗാനിസ്ഥാൻ. അതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ, പാകിസ്ഥാൻ്റെ പടിഞ്ഞാറ് വശത്താണ് അഫ്ഗാനിസ്ഥാൻ, കിഴക്ക് വശത്ത് ഇന്ത്യ. ഇതിൻ്റെ നടുക്ക് സാൻഡ്വിച്ചായിട്ട് നിൽക്കുകയാണ് പാകിസ്ഥാൻ. സോ വി ഹാവ് ടു ഹാവ് എ ഫ്രണ്ട് ഓൺ ദ വെസ്റ്റേൺ സൈഡ്. അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനുമായിട്ട് നിരന്തരം വഴക്കിലാണ്. പാകിസ്ഥാൻ വിചാരിച്ചത് താലിബാൻകാരാണ്, ഞമ്മൻ്റെ ആൾക്കാരാണ് എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെയല്ലേ? അല്ല, അങ്ങനെ അല്ല. അവരുടെ പെരുമാറ്റം വേറെയാണ്. അവർ പാകിസ്ഥാൻ മുസ്ലിമായിട്ടൊന്നും അവർ കൂട്ടുന്നില്ല. ഈ മുസ്ലിങ്ങളുടെ ഇടയ്ക്ക് തന്നെ പലവിധ വികാരങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് വെച്ച് പാകിസ്ഥാന് പോകാൻ പറയാം. അവനൊക്കെ ഇവിടുത്തെ മേത്തൻ, ഞാനാണ് ഒറിജിനൽ. ഇത് മാത്രമല്ല, അവർക്കൊരു ഡ്യൂറൻഡ് ലൈൻ എന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയുണ്ട്. ആ അതിർത്തി അല്ല എന്ന് പണ്ട് മുതലേ അഫ്ഗാനിസ്ഥാൻ തർക്കിക്കുന്നു. അതിപ്പോൾ ഈ താലിബാൻ ഭരണകൂടം കൊണ്ടുവന്നല്ലേ, മുമ്പ് ഹമീദ് കർസായി ഉള്ളപ്പോൾ അതിന് മുമ്പും എല്ലാം ത്രൂ ഔട്ട് അവരുടെ ആരധികാരത്തിൽ വന്നു കഴിഞ്ഞാലും ഈ അതിർത്തിയുടെ കാര്യത്തിൽ അവർ ഏകാഭിപ്രായക്കാരാണ്. ഇതല്ല യഥാർത്ഥ അതിർത്തി, ഇത് ബ്രിട്ടീഷുകാർ കളിപ്പിച്ചതാണ് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കുറേ കൂടെ കിഴക്കോട്ട് സ്ഥലം വേണം. ഇതാണ് അഫ്ഗാനിസ്ഥാൻ്റെ ആവശ്യം. പാകിസ്ഥാൻ അത് സമ്മതിക്കുന്നുമില്ല. അഫ്ഗാനിസ്ഥാൻ നിരന്തരം പാകിസ്ഥാനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. തെഹ്രിക്ക് താലിബാൻ പാകിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞുള്ള സംഘടന, അവരാണ് ഖൈബർ പഖ്തൂൺഖ്വയിൽ ഇത് ചെയ്യുന്നത്. പിന്നെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ കുറേയധികം സഹായിക്കുന്നു. അതുകൂടാതെ നേരിട്ട് അഫ്ഗാനിസ്ഥാൻ്റെ തള്ളിക്കയറ്റം വേറെ. 17 ലക്ഷം മുസ്ലിങ്ങളെ അഫ്ഗാൻകാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അഫ്ഗാനിസ്ഥാനിലേക്ക് നാട് കടത്താൻ പാകിസ്ഥാൻ തീരുമാനിച്ചു. അഫ്ഗാൻ എടുത്തില്ല അവരെ. അവിടെ നിന്നുള്ള ചവർ അലമ്പന്മാർ റൗഡികളെ മുഴുവൻ പെറുക്കിയിട്ട് ഞങ്ങളുടെ നാട്ടിലേക്ക് അയക്കുന്നു. പറ്റില്ല എന്ന് പറഞ്ഞു. അതിർത്തിയിൽ കുറേ കാലം അവർ അതിർത്തിയിൽ കിടന്നു. രണ്ടുപേർക്കും വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തായി എന്നറിയുന്നില്ല, തിരിച്ച് പാകിസ്ഥാനിൽ തന്നെ കയറിയെന്ന് തോന്നുന്നു. അങ്ങനെ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ വലിയ പ്രശ്നത്തിലാണ്. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അഫ്ഗാനിസ്ഥാനെ ഗുഡ് ഹ്യൂമറിൽ നിർത്തുക. അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനെ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കുന്നവരാണ്. നമ്മൾ കൂടെ ചൊറിയേണ്ട കാര്യമൊന്നുമില്ല. അവർ പടിഞ്ഞാറ് വശത്ത് നിന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കും. അവർക്ക് വേണ്ട സ്ഥലം അവരെടുക്കും. ബലൂചുകാർക്ക് വേണ്ട സ്ഥലം അവർ, ബലൂജ് ഏകദേശം സ്ഥലം എടുത്തിട്ട് അവരവരുടെ കൊടിയൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞു. പാകിസ്ഥാൻ അവിടെ വലിയ റീച്ചൊന്നുമില്ല. ഞങ്ങളുടെ ആണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കാം എന്നുള്ളതല്ലാതെ പാകിസ്ഥാൻ പട്ടാളത്തെ അവിടെ കയറ്റില്ല, പോലീസിനെ കയറ്റില്ല, ആരെയും കയറ്റില്ല. അതിലാണ് ചൈന വിഷമിച്ചു പോയത്. ആ ഗദർ പോർട്ട് ഉണ്ടല്ലോ, അങ്ങോട്ടുള്ള ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ, സിപെക് എന്ന് പറയുന്നത്. ആ കോറിഡോർ പലപ്പോഴും ഈ ബലൂചിസ്ഥാൻകാർ ബ്ലോക്ക് ചെയ്യും. ചൈനക്കാരെ കൊല്ലുന്നുണ്ട്. ഗുഡ്സ് മൂവ്മെൻറ്റ് തടയപ്പെടുന്നു. അത് ചൈനയ്ക്കും ഒരു തലവേദനയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ചൈന പാകിസ്ഥാൻ്റെ കൂടെ നിൽക്കാൻ ശ്രമിക്കും. ഈ ഡൈനമിക്സിൽ നമ്മളെ സമയത്തോളം ഇപ്പോൾ ബലൂചിസ്ഥാനെ നമ്മൾ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അടിയിലൂടെ എന്തെങ്കിലും സഹായം ചെയ്യുന്നുണ്ടാവാം. അവരെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇൻ്റർനാഷണൽ പ്രോബ്ലം അങ്ങ് തുടങ്ങുകയാണ്. തുടങ്ങിയാൽ എന്താ എന്നൊക്കെ ചോദിക്കാം. അതൊരു തുടക്കമാണ്. മറ്റത് അങ്ങനെയല്ല, എക്സിസ്റ്റിംഗ് രാജ്യത്തെ നമ്മൾ സഹായിക്കുന്നു. അഫ്ഗാനിസ്ഥാനെ എല്ലാവരും ഒക്കെ അംഗീകരിച്ചിട്ട് പിന്നെ നമ്മളായിട്ട് എല്ലാവരും അംഗീകരിച്ചോ? അഫ്ഗാനിസ്ഥാൻ ഏകദേശം സി അമേരിക്ക അവിടെ ഉണ്ടായിരുന്നു, അമേരിക്ക ഇട്ടിട്ടും പോയി.
പിന്നെ പല രാജ്യങ്ങൾക്കും എംബസി ഇല്ല, നമുക്കിപ്പോൾ എംബസി ഒന്നും ഇല്ല. ഈ അങ്ങനെയാണ് സംഭവിക്കുന്നത്. പതുക്കെ 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 അങ്ങ് ആയിക്കോളും. എത്രയോ വർഷമായിട്ട് ഇസ്രായേലിന് എംബസി ഇല്ലായിരുന്നു ഇന്ത്യയിൽ. 1991 ഇസ്രായേൽ നരസിംഹറാവുവിൻ്റെ കാലത്താണ് തുടങ്ങുന്നത്. അപ്പോൾ അത് അങ്ങനെ കുറേശ്ശെ ആയിട്ട് അവർ അംഗീകാരം നേടും. പക്ഷേ അതിനകത്തൊരു ഈ ലോകത്തിലെ ഏറ്റവും ഫണ്ടമെൻ്റൽ ഐഡിയോളജി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും പ്രാകൃത ഇസ്ലാം എന്ന് പറയുന്നത് ഫോളോ ചെയ്യുന്നവരാണ് ഈ അഫ്ഗാനിസ്ഥാൻ. അവർ നമുക്ക് എങ്ങനെ വിശ്വാസത്തിലെടുക്കാം? നമുക്ക് ഈ ആ ഐഡിയോളജി ഫോളോ ചെയ്യുന്നവർ ഭാരതത്തിനുള്ളിലില്ലേ? ഇല്ലേ? കൊണ്ട് തബ്ലീഗ് ജമാഅത്ത് എന്നൊക്കെ പറഞ്ഞ് തുപ്പി തോൽപ്പിക്കും. കൊറോണയുടെ കാലത്ത് അവർ തുപ്പും എന്ന് പറഞ്ഞിട്ട് അവരെ കണ്ടാൽ ആൾക്കാർ മൂർഖം പാമ്പിനെ കണ്ടാൽ ഓടുമായിരുന്നു. ഈ ടീമൊക്കെ ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഇവരുടെ തലയിലാണ് ബോംബിടാൻ പോകുന്നത്. യു ഹാവ് ടു ലിവ് വിത്ത് ദാറ്റ് പ്രോബ്ലം. ഈ മൂർഖനെയും നമുക്ക് ഹാൻഡിൽ ചെയ്യേണ്ടി വരും. എല്ലാവരും ഞാഞ്ഞൂലായിട്ട് സൽസ്വഭാവികളായിട്ട് മണ്ണിനെ പരിപോഷിപ്പിക്കുന്നവരായിട്ടൊന്നും നിൽക്കില്ല. ഞാഞ്ഞൂല് മുതൽ 8 അടി മൂർഖൻ വരെ ലോകത്തുണ്ട്. അവരുമായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഇണങ്ങേണ്ടി വരും, ചിലപ്പോൾ പിണങ്ങേണ്ടി വരും, ചിലപ്പോൾ പുറകിൽ കൂടെ, ചിലപ്പോൾ മുമ്പിൽ കൂടെ, അങ്ങോട്ടും ഇങ്ങോട്ടും കുത്ത്, ഇതെല്ലാം നടക്കും. അതുകൊണ്ട് വിദേശകാര്യം എന്ന് പറയുന്നത് ഒരു ഇവൻ്റ് അല്ല, അതൊരു പ്രോസസ്സാണ് തുടർച്ചയായിട്ട്. അതിൽ ശത്രുക്കളും മിത്രങ്ങളും പെർമനൻ്റ് ആയിട്ടില്ല, താല്പര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ അപ്പോഴത്തെ താല്പര്യത്തിന് അഫ്ഗാനിസ്ഥാൻ വേണം. ഓക്കെ. പക്ഷെ താലിബാൻ്റെ ഐഡിയോളജി അനുസരിച്ച് ഇന്ത്യയും ഇന്ത്യക്കാരും കാഫിറുകളല്ലേ? എന്നിട്ട് താലിബാൻ നമ്മളുമായിട്ട് വലിയ സന്തോഷമായിട്ട് കൂട്ടുകൂടുന്നില്ലേ? സൗദി അറേബ്യ ഫോളോ ചെയ്യുന്ന ഐഡിയോളജി അനുസരിച്ച് നമ്മൾ കാഫിറുകളാണ്. ദുബായ് നോക്കിയാൽ നമ്മൾ കാഫിറുകളാണ്. പക്ഷേ ദുബായിലെ ഷേഖുമാർ ഇവിടെ വന്ന് ഹോമം നടത്തി. വല്ലാർപാടൻ ടെർമിനൽ അവിടെയാണല്ലോ DP വേൾഡ്, ദുബായ് പോർട്ട് വേൾഡ്. 4 തിരിടയൊക്കെ വെച്ച അറബികൾ വന്നിട്ടാണ് ഹോമത്തിന് അവിടെ ഇരിക്കുന്നു. അവരെ പൊട്ട് തൊടിയിക്കുന്നു, അവരോട് ഇത് അതിൽ ഇടാൻ പറയുന്നു, അവരിടുന്നു. ഇൻസ്ട്രക്ഷൻസ് എല്ലാം പൂജാരി ഇടാൻ അവരനുസരിക്കുന്നു. എണീക്കാൻ പറയും, എണീക്കുന്നു. ഇരിക്കാൻ പറയും, ഇരിക്കുന്നു. അവർ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങളുടെ നാട്ടിലെ എന്തോ ഒരു നല്ല ഇത് നല്ലത് വരണമല്ല, നല്ല ബിസിനസ്സൊക്കെ കിട്ടണം. ഓക്കെ, ഞങ്ങൾ സഹകരിക്കാമെന്ന് അവർ ചെയ്തു. ഇന്ത്യ മലപ്പുറത്തെ മുസ്ലിം ചിലപ്പോൾ ചെയ്യില്ല. നിലവിളക്ക് കൊടുത്തില്ല എന്ന് പറഞ്ഞ ടീമാണ്. ഇസ്ലാം ഉണ്ടായ നാട്ടിലെ ആളുകൾ ചെയ്യും. ഈ ഇതുപോലത്തെ ഒരുപാട് വൈവിധ്യങ്ങളുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി നമ്മൾ നമ്മുടെ താല്പര്യം സംരക്ഷിക്കാൻ. നാളെ നമ്മൾ അഫ്ഗാനിസ്ഥാനുമായിട്ട് വഴക്കായൊന്നും വരും. ആയിക്കൂടായില്ല. നമ്മളിപ്പോൾ അഫ്ഗാനെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഭക്ഷ്യവസ്തുക്കൾ കൊടുക്കുന്നു, മരുന്ന് കൊടുക്കുന്നു, പൈസയും കൊടുക്കുന്നുണ്ട് അല്ലേ? ആദ്യം ഈ തെമ്മാടികൾക്ക് എല്ലാം കൊടുക്കുന്നുണ്ട്. ബർമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട്, ബംഗ്ലാദേശിന് കൊടുക്കുന്നുണ്ട്, ശ്രീലങ്കയ്ക്ക് കൊടുക്കുന്നുണ്ട്, നേപ്പാൾ, ഭൂട്ടാൻ, ഇവർക്കൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ചോദിച്ചവനെല്ലാം ചോദിക്കാതെയും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഭൂട്ടാൻ നമ്മളോട് തുർക്കിയെ അങ്ങോട്ട് പോയി സഹായിച്ചതാണ്. അവസാനം തുർക്കി വരെ കൊടുത്തു 10 കോടി. എന്നിട്ട് നമ്മളെ പാരവച്ചു. ഇതൊക്കെ സംഭവിക്കും. പക്ഷെ നമ്മൾ ഈ അഫ്ഗാനുമായി നല്ല ബന്ധം ഉണ്ടാക്കുന്നത് ഇവിടുത്തെ അടുപ്പ് കൂട്ടി ചർച്ചക്കാർക്കും ചില ആളുകൾക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അവർ പരസ്യമായി ചർച്ചയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതെന്തൊരു ഡിപ്ലോമസിയാണെന്നാണ് ചോദിക്കുന്നത്. When you are a small independent group, you can ask for anything. ഞാൻ ഈ നമ്മളുടെ ഒറിജിനൽ നക്സലൈറ്റുകാർ ക്ഷീണിച്ച് കഴിഞ്ഞപ്പോഴും അവരുടെ കൂട്ടത്തിൽ ചില ചെറുപ്പക്കാരുണ്ട്. അവരുടെ ഇടിവെട്ട് പ്രകടനം 6 പേരേ ഉണ്ടാവുകയുള്ളൂ. ഇന്ത്യൻ അഖണ്ഡത ഇന്ത്യക്ക് ആപത്ത്, ഇന്ത്യ തകർന്ന് തരിപ്പണമാകണം, ഈ മുദ്രാവാക്യമായിട്ട് 6 പേര് എൻ്റെ വില്ലേജിൽ ജാഥ നടത്തി. അവരുടെ കമ്മിറ്റ്മെൻ്റാണ് ടുവേഴ്സ് ദെയർ കോസ്. അപ്പോൾ ഇങ്ങനെ ചെറിയൊരു ഗ്രൂപ്പിന് എന്ത് മഹാഭാവം വേണമെങ്കിലും ആലോചിക്കാം, വിളിച്ചു പറയാം. ഇറ്റ് ഈസ് ഓഫ് നോ കോൺസിക്വൻസ്. നിങ്ങൾ പറഞ്ഞ ഗ്രൂപ്പൊക്കെ അതുപോലെയുള്ളവരാണ്. അവരവിടെ ഇരുന്ന് അവരുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ പറയുന്നു. അവർക്കങ്ങ് ഈ താലിബാൻ വന്നിട്ടും താലിബാൻ ഇന്ത്യക്ക് അനുകൂലമായി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അങ്ങ് സഹിക്കുന്നില്ല. അല്ല, അതിപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ആ ഗ്രൂപ്പിനൊന്നും ഒരു കോൺസിക്വൻസും ഇല്ലാത്ത ആൾക്കാരാണ്. ടു സ്മോൾ എ ഗ്രൂപ്പ്, ദേ ആർ ഹെൽപ്ലെസ്, ദേ കനോട്ട് ഡു എനിത്തിങ്. സോ ദേ ജസ്റ്റ് അവരിങ്ങനെ അന്യോന്യം പുറഞ്ചൊറിഞ്ഞ് സൂഹിക്കുന്നു. നമ്മൾ ഈ ആലോചിക്കുന്ന പോലെ അഫ്ഗാനിസ്ഥാനും വേണമെങ്കിൽ പാകിസ്ഥാനോടൊന്നും മുട്ടാനുള്ള ശേഷിയൊന്നും ഇല്ലല്ലോ. അല്ല, അത് ആ ശേഷി ഉണ്ടാക്കാനായിട്ട് മറ്റുള്ളവർ കൂടും. അതിൽ താല്പര്യമുള്ള അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ വഴക്ക് താല്പര്യമുള്ള മറ്റ് രാജ്യങ്ങളുണ്ട്. അവരാണ് ഈ ശേഷി. നമ്മളുണ്ടാവില്ല കൂട്ടത്തിൽ. നമ്മളുണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാകും. എന്തുകൊണ്ട് ഉണ്ടായിക്കൂടെ?
റഷ്യ ഉണ്ടാകും. ഈ ഓരോ രാജ്യത്തിനും അതിൻ്റെ താല്പര്യമുണ്ട്. ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് മറ്റെല്ലാ രാജ്യങ്ങളും മാറിയെന്ന് വെച്ചു. ചൈന, അമേരിക്ക ആരും ഒന്നും ഇടപെടുന്നില്ല. നമ്മൾ പാകിസ്ഥാനെ തിന്നുകളയില്ലേ? തിന്നും. ഈ മറ്റുള്ളവരിങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്കും ഒരു തടയൊക്കെ വരും. ആ ചേട്ടൻ എന്ത് തോന്നും അല്ലേ? തോന്നും എന്ന് വിചാരിച്ചിട്ടല്ല. ആ ചേട്ടൻ ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ചേട്ടനുമായിട്ടാണല്ലോ അടുത്ത യുദ്ധം. അത് മുതലാകുമോ എന്നാലോചിക്കും. ആ പറയും തൽക്കാലം വേണ്ട, നിൽക്കട്ടെ, നമുക്ക് കുറച്ചുകൂടെ ആരോഗ്യം വേണം. ഇങ്ങനെ അതിൻ്റെ ബാലൻസിന് വേണ്ടിയിട്ട് ആൾക്കാർ ഈ രാജ്യങ്ങളെ ഉപയോഗിക്കും. അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് എന്താ ബംഗ്ലാദേശിൽ താല്പര്യം? അതെ, വെറുതെ ഇരുന്ന് ആ ഷെയ്ഖ് ഹസീനയെ ഓടിച്ചിട്ട് ഈ മണമൂസിനെ കൊണ്ടുവന്ന് വെച്ചു. അവന് നേരത്തെ തയ്യാറാക്കിയ നോബൽ സമ്മാനമൊക്കെ കൊടുത്ത് വലുതാക്കി കൊണ്ടുവന്നു, റെഡിയാക്കി നിർത്തിയിരിക്കുകയായിരുന്നു. ദിസ് ഈസ് ഓൾ. ഇതിനെയാണ് ഡീപ് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. സ്റ്റേറ്റിനടിയിൽ പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ്. അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി അവർ ഭരണകൂടത്തെ മറിച്ചിടും, വേറൊരു ഭരണകൂടത്തെ വാഴിക്കും, ഇതൊക്കെ ചെയ്യും. ഏതായാലും നമ്മളും ആ കളി കളിക്കുകയാണ് അഫ്ഗാൻ പോളിസി വഴി അല്ലേ? അതെ, ഉറപ്പായിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്. പഹൽഗാം കഴിഞ്ഞ ഉടനെ ആദ്യം ഭാരതം വിട്ട ഒരു എൻവോയ് അഫ്ഗാനിസ്ഥാനിലേക്കായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരെന്ന് ശ്രീറാം. ഏതായാലും സീനിയർ IFS ഓഫീസറാണ്. പാകിസ്ഥാനികൾക്ക് വിസയില്ല, അഫ്ഗാനികൾക്ക് വിസ ഓൺ അറൈവൽ റെഡിയാണ്. വിസ ഓൺ അറൈവൽ എന്നും അങ്ങനെയാണ്. വിസ ഓൺ അറൈവലാണ്. കാറ്റഗറിയൊക്കെ പറഞ്ഞു. ബിസിനസ്സുകാർ, വിദ്യാർത്ഥികൾ, മെഡിക്കൽ, ഇന്ത്യ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരെന്ന് പറഞ്ഞ് വലിയ കാറ്റഗറി പറഞ്ഞിട്ടുണ്ട്. അത് ഒഫീഷ്യൽ ഡിക്ലറേഷനില്ല, വിസ പോർട്ടലിൽ ഒരു വിൻഡോ തുറന്നിരിക്കുകയാണ്. അനൗദ്യോഗികമായിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്തു. ഏതായാലും അഫ്ഗാനികൾ വരട്ടെ, പാകിസ്ഥാനികൾ അവിടെ നിൽക്കട്ടെ. അല്ല, ഈ അഫ്ഗാനികൾ വരട്ടെ എന്ന് പറഞ്ഞാൽ ആ വിസ പോർട്ടൽ ക്ലോസ് ചെയ്യാനും വലിയ നേരമൊന്നും വേണ്ട. പക്ഷെ അതൊരു മെസ്സേജ് അല്ലേ രുചി? അതെ, മെസ്സേജാണെന്ന്. അവരുമായിട്ട് നിരന്തരം നമ്മൾ സമ്പർക്കത്തിലാണ്, അവരുമായിട്ട് ഗുഡ് റിലേഷനിലാണ്. പിന്നെ അവരവിടെ അവരുടെ സ്ത്രീകളെ പള്ളിക്കൂടത്തിൽ വിടുന്നില്ലെങ്കിൽ വേണ്ട, നമുക്കെന്താ അവരുടെ സ്ത്രീ പള്ളിക്കൂടത്തിൽ പോകണം, നമുക്കെന്താണ്, നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ പോലെ. ഇതാണ് എല്ലാ രാജ്യങ്ങളും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നമ്മൾ കുറേ കാലം ഈ മോദി വരുന്നതിന് മുമ്പുള്ള കാലത്തൊക്കെ നമ്മൾ മഹാത്മാഗാന്ധി, ബുദ്ധൻ എന്നൊക്കെ പറഞ്ഞ് ആളുകൾക്ക് ഇതിനൊന്നും ഒരു വിലയില്ല. അവരുടെ സ്വന്തം താല്പര്യമാണ് നോക്കുന്നത്. പിന്നെ നമ്മൾ മാത്രം മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞിട്ടുണ്ടാകും. അതെ. സോ വി ഓൾസോ ചേഞ്ച് അവർ ഫോറിൻ പോളിസി. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.